ഒരാവശ്യവുമില്ലാതെ, ഞാൻ വീണ്ടും പറയുന്നു, ഒരാവശ്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിഞ്ഞ് പണി മേടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽരാജ്യം മാലിദ്വീപ്. ചരിത്രം കാണാൻ പോകുന്ന ഏറ്റവും വലിയ പതനത്തിൻ്റെ ഭീതിയിൽ സ്വരാജ്യം തകരാതിരിക്കാൻ തങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒത്തുതീർപ്പിന് ആ രാജ്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചോദ്യം മാലിദ്വീപിൻ്റെ തകർച്ചയല്ല, മറിച്ച് മാലിദ്വീപ് ഒഴിച്ചിരുന്ന സ്ഥാനം ലക്ഷദ്വീപിന് നികത്താനാവുമോ എന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ സമ്പൂർണ്ണമായിട്ടുള്ള ഇന്ത്യ മാലിദ്വീപ് പ്രശ്നത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2023 ജനുവരി മാസം 5-ാം തീയതി ഇന്ത്യയിലെ തദ്ദേശീയ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തുകയാണ്. അവിടുത്തെ മനോഹരമായ കടൽ തീരത്ത് ഇരുന്നുകൊണ്ട് പുള്ളി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. ലക്ഷദ്വീപിൻ്റെ ഭംഗി വിളിച്ചോതുന്ന മനോഹരമായിട്ടുള്ള ആ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇൻ്റർനെറ്റിൽ ട്രെൻഡിങ് ആയിട്ട് മാറുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുന്നു. കുറേ ആളുകൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയപ്പോൾ മറ്റു ചില ആളുകൾ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട് കടലിലേക്ക് എടുത്തു ചാടിയ നരേന്ദ്രമോദിയെ ട്രോളുക കൂടെ ചെയ്തു. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ വിവാദങ്ങൾ തുടങ്ങിയത് മാലിദ്വീപിലെ 3 ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് മറിയം ഷൂന, മൽഷാദ് ഷെരീഫ്, മെഹ്സൂം മാജിദ് എന്നിവർ ഈ ചിത്രങ്ങളെ കളിയാക്കിയതോടെയായിരുന്നു. നമുക്ക് കളിയാക്കി പോസ്റ്റൊക്കെ ചെയ്യാമല്ലേ, അതൊക്കെ ജനാധിപത്യപരമായി അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് കൈവിട്ട് പോവാണ്. മാലിദ്വീപിൻ്റെ ടൂറിസത്തെ വെല്ലുവിളിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തിയത് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ കളിപ്പാവയാണ് എന്നെല്ലാമാണ് സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി അവർ പുറത്തേക്ക് പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഇന്ത്യക്കെതിരെ വംശീയ വിവേചനത്തോടെ, വെറുപ്പോടെ, വിദ്വേഷത്തോടെ ധാരാളം സോഷ്യൽ മീഡിയ എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ചെറിയ രീതിയിലൊന്നും ആയിരുന്നില്ല. മാലിദ്വീപിനെ വെല്ലുവിളിക്കാൻ ലക്ഷദ്വീപ് ആയിട്ടില്ല, ഇന്ത്യയിലുള്ളത് നാറ്റമുള്ള മുറികളാണ്, അവിടെ വൃത്തിയില്ല എന്നതിൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകളും മാലിദ്വീപിലെ ലോക്കൽ മാപ്രകളും എഴുതി തള്ളി. എന്നാൽ ഇന്ത്യയുടെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പോലുമല്ല, ഇന്ത്യയിലൊരു സാധാരണക്കാരൻ തൊട്ട് സെലിബ്രിറ്റി വരെ മാലിദ്വീപിനെതിരെ ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടി ആരംഭിച്ചു. ഇത് മാലിദ്വീപിന് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ഒരു മാലയുടെ മുത്തുകൾ പോലെ ചേർന്ന് കിടക്കുന്ന 1192 ചെറുതും വലുതുമായ ദ്വീപുകൾ ചേർന്നതാണ് മാലിദ്വീപ്. ഇതിൽ 187 എണ്ണത്തിൽ മാത്രമാണ് ജനസംഖ്യ ഉള്ളതും. ഒരു കാലത്ത് മീൻപിടുത്തമായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. എന്നാൽ ടൂറിസം ഒന്ന് ഉദിച്ചു വരാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ ബാങ്കുകളുടെ അടക്കം സഹായത്തോടെ ധാരാളം റിസോർട്ടുകളും ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അവിടെ നിർമ്മിക്കപ്പെട്ടു. അതോടെ അവിടുത്തെ ടൂറിസം വലിയ രീതിയിൽ ഉയർന്നു വന്നു. ഇന്ന് നോക്കിയാൽ താരതമ്യേന സമ്പന്ന രാജ്യം എന്ന് പറയുന്ന രീതിയിൽ മാലിദ്വീപ് ഉയർന്നു വന്നു. പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ വലിയ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം എന്താണ്? ആകെ GDP നമ്മൾ നോക്കുകയാണെങ്കിൽ 28% ടൂറിസവുമായി ബന്ധപ്പെട്ട വരുമാനമാണ് ആ രാജ്യത്തിന് ഉണ്ടാവുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 60% കാരണം ഇതേ ടൂറിസം തന്നെയാണ്. 2019 നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കൊറോണ വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ലോകമാകമാനം ടൂറിസം സ്തംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ മാലിദ്വീപിനും നല്ല തിരിച്ചടി ഉണ്ടായിരുന്നു. എന്നാൽ 2019, 20, 21 വർഷമൊക്കെ ആവുന്ന സമയത്ത് പതിയെ ടൂറിസം ഉയർന്നു വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. പ്രതിസന്ധിയിൽ നിന്ന് ആ രാജ്യം ഒന്ന് കരകയറി വരാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും GDPയുടെ 28% സംഭാവന ചെയ്യുന്ന ടൂറിസമാണ്. എന്നാൽ ഈ രാജ്യത്തേക്ക് ഏറ്റവും അധികം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്നറിയോ? അത് ഇന്ത്യക്കാർ തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ മാലിദ്വീപ് സന്ദർശിക്കുന്ന ആളുകളിൽ ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യക്കാരാണ്. 2019 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്ക് നോക്കാനാണെങ്കിൽ പ്രതിവർഷം 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വില കുറഞ്ഞ ടൂറിസം അല്ല. മാലിദ്വീപ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുമാത്രം പണമായിരിക്കും വർഷാവർഷവും ഇന്ത്യക്കാർ ആ രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായതുകൊണ്ടും ഇന്ത്യയുമായി കാലങ്ങളായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമായതുകൊണ്ടും ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റിലാണ് മാലിദ്വീപ് എന്ന രാജ്യം നിലനിൽക്കുന്നത് എന്ന കാരണം കൊണ്ടും ഇന്ത്യ നല്ല ബന്ധം തന്നെ ആ രാജ്യത്തോട് പുലർത്തിയിരുന്നു. വലിയ പ്രശ്നമൊന്നും നമ്മൾ മാലിദ്വീപിനോട് ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടില്ലതാനും. ഇന്ത്യൻ സൈന്യം പലപ്പോഴും മാലിയുടെ തീരങ്ങളിൽ പെട്രോളിംഗ് നടത്താറുണ്ട്. മാലിദ്വീപിന് ആവശ്യമായ രീതിയിൽ സഹായങ്ങൾ ഇന്ത്യൻ സായുധ സേന ചെയ്തു നൽകാറുമുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ താരതമ്യേന ശക്തി കുറഞ്ഞ മാലിദ്വീപിൻ്റെ സൈനിക വിഭാഗത്തെ പലപ്പോഴും ഇന്ത്യൻ സായുധ സേന പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2019 മുതൽ 2023 വരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കാനാണെങ്കിൽ രക്ഷാപ്രവർത്തനം, ഇവാക്യുവേഷൻ, അതായത് മെഡിക്കൽ ഇവാക്യുവേഷൻ ഉണ്ടാവില്ല. ആ രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോവേണ്ടി വരും ചികിത്സയ്ക്ക് എന്ന കാരണം കൊണ്ടല്ല.
അത്തരത്തിൽ കൊണ്ടുപോകുന്നത് രക്ഷാപ്രവർത്തനം, തിരച്ചിൽ തുടങ്ങിയ കാരണങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സേവനം പലപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് നോക്കാനാണെങ്കിൽ 2019 തൊട്ട് 2023 വരെ 700-ലധികം ഇത്തരത്തിലുള്ള മിഷനുകൾ ഇന്ത്യൻ സായുധ സേനകൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് ആരംഭിച്ചത് 2014-ലായിരുന്നു. 2014 തൊട്ട് ഇന്ന് വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാലിദ്വീപുമായി നമ്മൾ നടത്തുന്ന ട്രേഡില്ലേ, വ്യാപാര വാണിജ്യ കാര്യങ്ങളെല്ലാം, അതെല്ലാം 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചതായിട്ടും കണക്കുകളുണ്ട്. എന്നാൽ 2013 തൊട്ട് മാലിദ്വീപ് ഭരിക്കുന്ന സർക്കാരിന് ഇന്ത്യ വഴി ഉണ്ടാവുന്ന നേട്ടങ്ങൾ വേണം, അതിൻ്റെ ഒന്നും യാതൊരു വിധത്തിലുള്ള കൂറും ഇന്ത്യയോട് ഉണ്ടാവില്ല എന്ന ഭാഷ്യമാണ്. ഇന്ത്യൻ സായുധ സേനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സൈന്യവും സായുധ സേനകളുമെല്ലാം മാലിദ്വീപിൻ്റെ ഭാഗത്ത് നിന്ന് പിൻവാങ്ങണം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഔട്ട് ഇന്ത്യ ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു ആണ് ഇപ്പോൾ മാലിദ്വീപ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ചൈനയോടാണ്. അപ്പോൾ ചൈനയുടെ കാര്യം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മാലിദ്വീപിൻ്റെ ഭാഗങ്ങളിലും ശ്രീലങ്കയുടെ ഭാഗങ്ങളിലുമെല്ലാം കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിനുള്ള അപ്രമാദിത്വം കുറച്ച് അവിടെ വലിയ സ്വാധീനമാണ് ഇന്ത്യക്കുള്ളത്. അത് പരമാവധി കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ചൈനയ്ക്കൊരു മേൽക്കൈ കിട്ടുന്നതാണ്. അതിൻ്റെ ഭാഗമായി മാലിദ്വീപിനെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ മാലിദ്വീപും ചൈനയും ഇപ്പോൾ ഭായിയാണ്. അതായത് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഇന്ത്യക്കെതിരെ ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയിലെ 3 മന്ത്രിമാരാണ് യാതൊരു കാരണവുമില്ലാതെ വംശീയ വിദ്വേഷത്തോടെ ഒരു രാജ്യവും ഒരു ജനാധിപത്യ സമൂഹവും അംഗീകരിച്ച് നൽകാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ മുന്നോട്ട് വന്നത്. മാലിദ്വീപ് സർക്കാർ ഈ അടുത്ത ഇന്ത്യയെ പല കാര്യങ്ങളിലും ചൊറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇന്ത്യൻ സായുധ സേനകൾ ആ ഭാഗത്ത് നിന്ന് പിൻവാങ്ങണമെന്ന് അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായി മുൻകാലങ്ങളിൽ ഒപ്പിട്ട കരാറുകൾ പുനഃപരിശോധിക്കും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ പറയാനൊരു അവസരം കിട്ടിയാൽ പരമാവധി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മാലിദ്വീപ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരുടെ ക്ഷമയെല്ലാം നശിച്ചത് വംശീയ വിദ്വേഷത്തോടെ ഇന്ത്യക്കെതിരെ പ്രതികരിച്ചപ്പോഴായിരുന്നു. ഇന്ത്യൻ സർക്കാർ കാര്യമായിട്ട് മറുപടി ഒന്നും നൽകിയിട്ടില്ല എങ്കിലും ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കുകയാണ്. മറ്റൊന്നുമല്ലായിരുന്നു, മാലിദ്വീപിലേക്ക് ധാരാളമായി ഇന്ത്യയിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തരത്തിൽ പോകുന്ന ആളുകൾ പോവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിദ്വീപിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സായിട്ടുള്ള ടൂറിസത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന രാജ്യത്തിൻ്റെ പങ്കില്ലാതായാൽ അത് തീർച്ചയായിട്ടും ആ രാജ്യത്തിന് തിരിച്ചടിയായിട്ട് മാറുന്നതാണ്. ഈ ക്യാമ്പയിൻ ചെറിയ രീതിയിലൊന്നും നിന്നിട്ടില്ല. സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനും അടക്കമുള്ള വലിയ സെലിബ്രിറ്റികൾ ഇതിൻ്റെ ഭാഗമായി ഒന്നുകിൽ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിസിറ്റ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തുക, അതുമല്ലെങ്കിൽ മാൽദീവ്സിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിൽ ബോയ്ക്കോട്ട് മാൽദീവ്സ് എന്ന രീതിയിൽ ക്യാമ്പയിൻ നടത്തുക. ഇതിൽ രണ്ടിലൊന്നാണ് പല ഇന്ത്യൻ സെലിബ്രിറ്റികളും ചെയ്തത്. തത്വത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലവും നിലനിൽക്കുന്നത്. സമാന രീതിയിലുള്ള തീരങ്ങളാണ്, സമാന രീതിയിലുള്ള കാലാവസ്ഥയാണ്. ആ സമയത്ത് എന്താണെങ്കിലും ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാൽദീവ്സിന് അത് എതിരായിട്ട് മാറുന്നതാണ്. ഇത് ചെറിയ രീതിയിൽ നിന്നിട്ടില്ല എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഈസ് മൈ ട്രിപ്പ് എന്ന ആപ്പ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഉള്ള IPO എല്ലാം കഴിഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ആപ്പാണ്. മാലിദ്വീപിലേക്ക് തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ യാത്രകളും അവസാനിപ്പിക്കുകയാണ് എന്നാണ്. അതായത് ആ ആപ്പ് വഴി എത്ര ആളുകൾ മാൽദീവ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആപ്പ് മാത്രം നിർത്തിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ടൂർ നടത്തുന്ന ഏജൻസ് ഉണ്ട്, അതിൻ്റെ വലിയ കമ്പനികളെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പലതും ഇതിനോടകം മാൽദീവ്സിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കുന്നതായിട്ടുള്ള പത്രസമ്മേളനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ട്രാവൽ ഏജൻസികളെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു കാര്യം മനസ്സിലാവും. ഞാനൊരു യാത്രയുടെ ഭാഗമായിട്ട് അത്തരത്തിൽ നിരവധി ട്രാവൽ ഏജൻസികളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അവരിൽ പലരും പല ട്രിപ്പുകളും നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചാർജ് പിടിച്ച ശേഷം ബാക്കി പണം മാത്രമേ റീഫണ്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള സ്റ്റോറികളെല്ലാം തന്നെ അവർ ഫ്രീ ആയിട്ട് മാൽദീവ്സിലേക്കുള്ള യാത്രയുടെ ക്യാൻസലേഷൻ ഓഫർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ബുക്ക് ചെയ്ത ആളുകളോട് അവർ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ മുഴുവൻ പണവും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ്. അതുപോലെ ഈ ട്രാവൽ ഏജൻസും ട്രാവൽ ഏജൻസിയും എല്ലാം നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ ഈ കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുക. ആ സമയത്ത് മാൽദീവ്സിനെ റെക്കമെൻഡ് ചെയ്യില്ല എന്നും
അവർ പറയുന്നുണ്ട് മാൽദീവ്സിൻ്റെ സമാന കാലാവസ്ഥയുള്ള രീതിയിലുള്ള ലക്ഷദ്വീപോ അല്ലെങ്കിൽ സമുദ്ര തീരങ്ങൾ ധാരാളമായിട്ടുള്ള ബാലിയോ ഫുക്കറ്റോ ശ്രീലങ്കയോ ആൻഡമാനോ എല്ലാം അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ മാൽദീവ്സിന് കാര്യങ്ങൾ മനസ്സിലായി, കാര്യങ്ങൾ കൈവിട്ട് പോവാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ വലിയ രീതിയിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സെലിബ്രിറ്റികൾ ഫ്രീ ആയിട്ടായിരുന്നു മാൽദീവ്സിന് ഇത്രയും കാലം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അവർ മാൽദീവ്സിൽ പോകുന്നു, നല്ല നല്ല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ പോകുന്ന, വളരെ പണമുള്ള ആളുകൾ പോകുന്ന, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഐലൻഡായിട്ട് മാൽദീവ്സിനെ പല ആളുകളും കണക്കാക്കാറുണ്ടായിരുന്നു. ഹണിമൂണിനെല്ലാം എല്ലാവരുടെയും സ്വപ്നമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു മാൽദീവ്സ്. എന്നാൽ ഇനി മുതൽ ആ പ്രൊമോഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? സെലിബ്രിറ്റികൾ തന്നെയാണ് അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത്രയും വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇനി മാൽദീവ്സിൽ പോയിട്ട് ഫോട്ടോ ഇടാൻ ഏതെങ്കിലും വർഷം അവർ തയ്യാറാവുമോ? ഇല്ലല്ലോ. നമുക്കെല്ലാവർക്കും വിലയില്ലേ, നാണക്കേടല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വലിയ ഫ്രീ പ്രൊമോഷൻസ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ മാൽദീവ്സ് ഗവൺമെൻറ് ഈ വൃത്തികേട് പറഞ്ഞിട്ടുള്ള 3 മന്ത്രിമാരില്ലേ, അവർ 3 പേരെയും സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ഇത് പറഞ്ഞത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഒപ്പീനിയൻ അല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഓരോ വ്യക്തികൾ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്, അവർക്കെതിരെ ഇന്ന നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. അത് കൂടാതെ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പറയുന്ന സമയത്ത്, എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്, വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് ജനാധിപത്യപരമായിരിക്കണം എന്നുകൂടി മന്ത്രിമാർക്കൊരു താക്കീതും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മാൽദീവ്സിൽ പോകുന്നില്ല എന്ന ആളുകൾ വെച്ച് ലക്ഷദ്വീപിൽ പോവുകയാണ്. 2-3 പേര് പോയിട്ട് തിരിച്ചു വരുന്നു, കൂട്ടുകാരോടെല്ലാം പറയുന്നു പോകാൻ പറ്റാത്ത സ്ഥലമാണ്, കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിസം അവിടെ നിൽക്കും. അല്ല, ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളും വിസിറ്റ് ലക്ഷദ്വീപ് ക്യാമ്പയിനുകളും എല്ലാം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ക്വാളിറ്റി വേണം. ഒരു പ്രൊഡക്റ്റിന് എത്ര പരസ്യം ഉണ്ടായിട്ടും കാര്യമില്ല, ക്വാളിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പത്തിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണോ ലക്ഷദ്വീപ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ധാരാളം പേപ്പർ വർക്കുകൾ വേണം. അവിടേക്ക് പോകണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ലോക്കൽ ഗൈഡ് വേണം എന്നത് മാത്രമല്ല, അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസികൾക്ക് മാത്രമേ അങ്ങോട്ട് യാത്രക്കാരെ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം ഇപ്പോഴും ലക്ഷദ്വീപിലുണ്ട്. മാൽദ്വീപ് അങ്ങനെയൊന്നുമല്ല. അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് റിസോർട്ടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ലക്ഷൂറിയസ് ആംബിയൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം മാൽദീവ്സിൻ്റെ അടുത്തെത്താൻ ലക്ഷദ്വീപ് ഇപ്പോഴും വളർന്നിട്ടില്ല. പിന്നെ നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ ആകെയുള്ളത് BSNL മാത്രമാണ്. ഈ അടുത്ത് ചില കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കടലിനടിയിലൂടെ കേബിളുകളെല്ലാം എത്തിച്ചുകൊണ്ട് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള സംവിധാനമെല്ലാം അവിടേക്ക് ഒരുക്കുന്നുണ്ട് എന്ന് വാർത്തകളുണ്ടെങ്കിൽ പോലും BSNL ആണ് പ്രധാനമായിട്ടും അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകളെല്ലാം നടത്താൻ വലിയ പ്രയാസം അവിടെയുണ്ട്. അടുത്ത പ്രശ്നം നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. നമുക്ക് അവിടെ പോയിട്ട് ലാൻഡ് വാങ്ങി അവിടെ ഒരു റിസോർട്ട് കെട്ടി അവിടെ ബിസിനസ് തുടങ്ങാനൊന്നും പറ്റില്ല. അതിന് ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവിടെ സ്വത്തുക്കൾ ഓൺ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഒരാളായിരിക്കണം എന്ന രീതിയിലുള്ള റൂൾസ് ഉണ്ട്. അല്ലാത്ത ആളുകളാണെങ്കിൽ വളരെയധികം നൂലാമാലകളാണ് അതിന് പിന്നിലുള്ളത്. അടുത്ത പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. അതായത് അവിടെ മണ്ണിടിച്ചിൽ ധാരാളമായിട്ടുണ്ട്. ദ്വീപ് പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമുണ്ട്. പിന്നെ അവിടെയുള്ള പ്രത്യേക ആവാസ വ്യവസ്ഥകൾ ഇല്ലാതായി പോകുന്ന രീതിയിൽ ടൂറിസം വന്നു കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, നല്ല വെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ്. എന്നാൽ നമ്മുടെ പരിമിതി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. പരിമിതികളെക്കുറിച്ച് തീർച്ചയായിട്ടും പറയണം. പലരും പറയില്ല, ഈ ഹൈപ്പിൽ ഇങ്ങനെ പൊക്കി വെക്കും, എന്തോ വലുതാവാൻ പോവുകയാണെന്നുള്ള കാര്യം. അങ്ങനെ പൊക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം. മാലിദ്വീപായി മാറാൻ ലക്ഷദ്വീപിന് കടമ്പകൾ വളരെയധികം തന്നെയാണ്, വളരെയേറെ തന്നെയാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്ത ശേഷമാണ് പല ആളുകൾക്കും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങൾ ട്രെൻഡിങ് ആയിട്ട് മാറിയത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് എന്ന പേര് ചരിത്രത്തിലെങ്ങും സംഭവിക്കാത്ത രീതിയിൽ സെർച്ച് ചെയ്യപ്പെടുകയാണ്. ധാരാളം ആളുകൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിൻ്റെ പപ്പറ്റ് അഥവാ കളിപ്പാവ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ മാലിദ്വീപിലെ മന്ത്രിമാർ നരേന്ദ്രമോദിയെ കളിയാക്കിയത്, അതുപോലെ ഇന്ത്യക്കെതിരെ വംശീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഇസ്രായേൽ ഓപ്പണായിട്ട് ഇപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആഗോള തലത്തിൽ ഒരു ശ്രദ്ധ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. ലക്ഷദ്വീപ് ടൂറിസത്തിന് വളരെ വലിയ രീതിയിൽ അത് പ്രചോദനമായേക്കാം. നാലാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, അവിടെ റിസോർട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, ലക്ഷൂറിയസ് ആംബിയൻസിന് കുറവുണ്ട്, വലിയ അഡ്വഞ്ചറസ് സ്പോർട്സുകൾ നടത്താനുള്ള കാര്യങ്ങളിലെല്ലാം
കുറവുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അവിടെ ഇല്ല എന്നല്ല, നല്ല രീതിയിൽ ടൂറിസം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ടാണ്. അത്തരത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരല്പം പുറകിൽ തന്നെയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ടാറ്റയുടെ കീഴിലുള്ള താജ് 2 വലിയ റിസോർട്ടുകളാണ് 2026 പണിയാൻ പോകുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ ടാറ്റ അടക്കം ലക്ഷദ്വീപിൽ നിക്ഷേപം നടത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇത്രയും വലിയ ഭീമന്മാരൊക്കെ ഒന്നും കാണാതെ നിക്ഷേപം നടത്തുമോ? ഇല്ലല്ലോ. അവർ വലിയ പണം മുടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൽ നിന്ന് റിട്ടേണും ഉണ്ടാവണം. റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ അവർ നിക്ഷേപം നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിൽ ടൂറിസം വളരുന്ന ഒരു നാടായി ലക്ഷദ്വീപ് വളരാൻ സാധ്യത ഏറെ തന്നെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും ലക്ഷദ്വീപിന് ഇതെങ്ങനെ വലിയൊരു സാധ്യതയായിട്ട് മാറുമെന്നും ലക്ഷദ്വീപിൻ്റെ പരിമിതികൾ എന്താണ്, ലക്ഷദ്വീപിന് പ്രതീക്ഷിക്കാൻ വകയുള്ളത് എന്താണ് എന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തുക. അവർ കാണുക, അഭിപ്രായം പറയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ ഈ വിഷയം ഇപ്പോൾ വന്നത് ലക്ഷദ്വീപിന് പെട്ടെന്നുണ്ടാവുന്ന കാര്യങ്ങളിലല്ല, ഭാവിയിൽ ഗുണമായിട്ട് മാറുമോ എന്ന കാര്യം നിങ്ങൾക്ക് തോന്നുന്നത് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.